ശ്രീ ബിജി എബ്രഹാം നമ്മളൊപ്പം ചേരുന്നു. ശ്രീ ബിജി എബ്രഹാം, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, അതായത് ഈ ഭൂമി നിക്ഷേപങ്ങൾക്ക് ഭൂമി എളുപ്പത്തിൽ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഏറ്റെടുക്കുക, അതിനുവേണ്ടി ഒരു ഏകജാലക സംവിധാനം കൊണ്ടുവരിക, അതുമാത്രവുമല്ല ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ മാറ്റുക, അതിൻ്റെ നിയമങ്ങൾ മാറ്റുക. ഇത് ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കടന്നുകയറ്റത്തിലേക്കുള്ള ഒരു പഴുത് തുറക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം. അപ്പോൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് ഇതിലെ ലക്ഷ്യമായി ഈ ബഡ്ജറ്റിൽ പറയുന്നത്. പക്ഷേ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുകയാണോ, അതോ ഇതിലൂടെ ഈ നമ്മുടെ തണ്ണീർത്തട നെൽവയൽ നിയമങ്ങളൊക്കെ തന്നെ മാറ്റി എഴുതിക്കൊണ്ട് കേരളത്തിലെ ഭൂപ്രദേശങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന ആരോപണം അതിലെത്രമാത്രം അടിസ്ഥാനമുണ്ട്? ശ്രീ രഞ്ജിത്ത്, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ അങ്ങിപ്പോ ചോദിച്ച ഈ ചോദ്യത്തിലേക്ക് വരാം. അതിന് മുൻപ് തന്നെ പറയേണ്ടത്, ബഹുമാനപ്പെട്ട സേനാപതി വേണു അദ്ദേഹം ആമുഖത്തിൽ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി, വളരെ ഭാവനാ സമ്പന്നമായ ഒരു ബജറ്റാണെന്നാണ്. എനിക്കതിനകത്ത് പറയാനുള്ളത്, ഈ ബജറ്റിനകത്ത് ഭാവനാത്മകത ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിന്റെ വരുമാന സ്രോതസ്സുകൾ താരതമ്യേന വളരെ കുറവാണ്. ഒരു സംസ്ഥാനത്തിന് ഒരു ബജറ്റ് ഒരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ പ്ലാന് നമ്മൾ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പരിമിതമായ റിസോഴ്സസ് ആണ് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ളത്. ആ റിസോഴ്സസ് എങ്ങനെ ജുഡീഷ്യസ് ആയിട്ട് ഏറ്റവും മെച്ചമായ രീതിയിൽ ചെലവഴിക്കാം എന്നുള്ളതായിരിക്കണം അദ്ദേഹം ഭാവനാത്മകം എന്ന് ഉദ്ദേശിച്ചത് എങ്കിൽ എനിക്കതിനകത്ത് എതിർപ്പൊന്നുമില്ല. അപ്പം സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ ആ ഒരു പരിമിതികളുടെ നടുക്ക് നിന്നുകൊണ്ട് വിഭവ സമാഹരണത്തിന് എന്തുണ്ട് ഈ ബജറ്റിൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഉറ്റുനോക്കിയത്. ആ വിധത്തില് ഒന്നും തന്നെ വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രീ രഞ്ജിത്ത് അങ്ങ് ഓർക്കുന്നുണ്ടാകും, വി.ഡി. സതീശൻ കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്തുകൊണ്ട് പറഞ്ഞത്, കേരളത്തിന് വായ്പ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കടത്തിലേക്ക് പോകേണ്ട കാര്യമല്ല. കേരളത്തിൽ ഏതാണ്ട് 5.07 രൂപ സഞ്ചിത കടമുണ്ട്. കേരളം 1957 ഏപ്രിൽ മാസം 4-ാം തീയതി EMSന്റെ ആദ്യത്തെ ഗവൺമെന്റ് വന്ന അന്നു മുതൽ നാളിതുവരെയുള്ള കടത്തെയാണ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി എന്നോ അതോ നമ്മൾ സഞ്ചിത കടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ കേരളത്തിൽ 5.07 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്. അതുകൊണ്ട് കടമെടുക്കേണ്ട കാര്യമല്ല, കടമെടുക്കാതെ പണം കൊണ്ടുവരുന്ന മാർഗമൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുകയുണ്ടായി. മറ്റൊരു സമയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞത്, കേരളത്തിന്റെ പണം സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന്റെ നികുതി 600 കോടി രൂപ മാത്രമാണ് കേരളത്തിൽ പിരിച്ചെടുക്കുന്നത്. അത് ഏതാണ്ട് 15,000 കോടി രൂപയോളം പിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വലിയ അളവിലുള്ള വെട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നത് കൊണ്ടാണ് സ്വർണ്ണ നികുതി സംസ്ഥാനത്തേക്ക് വരാത്തത്. അപ്പൊ അതിന് വേണ്ട നടപടികൾ ഞാൻ സ്വീകരിക്കും. മറ്റൊന്ന് പറഞ്ഞത്, IGSTയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഏതാണ്ട് 10,000 കോടി രൂപയെങ്കിലും വർഷാവർഷം കിട്ടേണ്ടതാണ്. IGST കോടി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിനകത്ത് ഈ ഗവൺമെന്റ് മുൻ ഗവൺമെന്റ് വളരെ പരാജയമായിരുന്നു എന്നുള്ളതായിരുന്നു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, സംസ്ഥാനത്തിന്റെ വിവിധ വകുപ്പുകളുടെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം 25,000 കോടി രൂപയോളം കുടിശ്ശികയുണ്ട്, നികുതി കുടിശ്ശികയുണ്ട്, അത് പിടിച്ചെടുക്കും. അപ്പൊ 25,000 കോടി, ഈ 10,000 കോടി, 15,000 കോടി, ഈ വിധത്തില് കേരളത്തിന്റെ ഏതാണ്ട് 45,000 കോടി രൂപയെങ്കിലും കണ്ടെത്താൻ തന്നെ സ്റ്റേറ്റിന് ലഭിക്കേണ്ടത് തന്നെയുണ്ട്. അത് കൃത്യമായിട്ട് പിടിച്ചെടുക്കും അല്ലെങ്കിൽ പിരിച്ചെടുക്കും. ഈ വിധത്തിൽ സംസ്ഥാനത്തിന്റെ വിഭവ സമാഹരണം ഞാൻ നടത്തും, അതിനുള്ള മാർഗം എനിക്കറിയാം എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. ഈ ഇരിക്കുന്ന എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് ഈ ബജറ്റിനകത്ത് അദ്ദേഹം പറഞ്ഞത്? അപ്പൊ വിഭവങ്ങളുടെ വലിയ അപര്യാപ്തതയുണ്ട് സ്റ്റേറ്റിനെ സംബന്ധിച്ച്. ഭാവനാത്മകമായ ഒന്നും തന്നെ അതുകൊണ്ടാണ് ഇതിനകത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഒരു ബജറ്റ് ഭാവനാത്മകമായി മാറുന്നത്? ഇപ്പൊ നമ്മൾ ഈ ധവളപത്രം ഇറക്കിയ സമയത്ത് തന്നെ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, 77% സ്റ്റേറ്റിന്റെ വരുമാനത്തിന്റെ 77% ശമ്പളവും പെൻഷനും നൽകുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. 20% പലിശ കൊടുക്കുന്നതിന് വേണ്ടി വാങ്ങിയ വായ്പയുടെ പലിശ കൊടുക്കുന്നതായിട്ട് വരുന്നു. ഏതാണ്ട് 1.3% മാത്രമാണ് കേരളത്തിന്റെ മൂലധന ചെലവിന് വേണ്ടി സംസ്ഥാനത്തിന് മാറ്റിവെക്കാനായിട്ട് സാധിക്കുക. ആ കണക്ക് തന്നെ തെറ്റാണ്. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം സംസ്ഥാനത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള പണവും കൂടെ അതൊന്നും കണക്കിലെടുക്കാതെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം നീക്കി വെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടം, ഐസക്കിന്റെ കാലത്താണെങ്കിൽ, തുടർന്ന് വന്ന ബാലഗോപാലിന്റെ കാലത്താണെങ്കിൽ എന്ന് മാത്രമല്ല
ഭാവനാത്മകത യഥാർത്ഥത്തിൽ കാണിച്ച തോമസ് ഐസക്കിന്റെ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റിന് സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓഫ് ബജറ്റ് ആയിട്ട് നമുക്ക് പണം കണ്ടെത്താൻ, അങ്ങനെ വന്നൊരു പദ്ധതിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റൈസിംഗ് ഫ്യൂച്ചർ ഇൻകം എന്ന് പറയുന്നതാണ് ആ ഒരു പദ്ധതി. കാരണം നമ്മുടെ സംസ്ഥാനത്തിന് തൊഴിലുണ്ടാവണമെങ്കിൽ സ്വകാര്യ മേഖലയുടെ വളർച്ച ഉണ്ടാകണം എന്നുള്ളത് നമുക്ക് ചൈന പോലുള്ള രാഷ്ട്രത്തിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണമെങ്കിൽ, വരുമാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാവണം. മികച്ച റോഡ് ഉണ്ടാവണം, പാലങ്ങളും സ്കൂളുകളും ആശുപത്രി സൗകര്യങ്ങൾ, ഇന്റർനെറ്റ് ഫെസിലിറ്റി, തടസ്സമില്ലാത്ത ഇലക്ട്രിസിറ്റി കണക്ഷൻ, ഇലക്ട്രിസിറ്റിയുടെ ഒഴുക്കുണ്ടാകണം, അതേപോലെ തന്നെ വാട്ടർ സപ്ലൈ ഉണ്ടാവണം, പോർട്ടുകൾ, സീപോർട്ടും എയർപോർട്ട് അടക്കിയ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൽ ഉണ്ടാവണം. അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടെങ്കിൽ മാത്രമേ സ്വകാര്യ മേഖലയുടെ നിക്ഷേപം കേരളത്തിൽ വരുത്തുള്ളൂ. ആ സ്വകാര്യ മേഖലയുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, പർച്ചേസിംഗ് പവർ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും. അങ്ങനെ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ സ്റ്റേറ്റിൽ ഉൽപാദനം ഉണ്ടാവത്തുള്ളൂ. ഈ വിധത്തിൽ ഒരു വിഷ്യസ് സർക്കിളാണ് ഒരു എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭാവനാത്മകമായി കേരളത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിഫ്ബി എന്ന് പറയുന്ന ഓഫ് ബജറ്റ് ബോറോയിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ വരുമാനത്തെ തന്നെ സെക്യൂരിറ്റൈസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പദ്ധതി. ഇപ്പൊ നമ്മൾ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ 30 വർഷം ഞാൻ പണിയെടുത്ത് കാശ് സ്വരൂപിച്ചിട്ട് വീട് പണിയാമെന്നല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻകം ഇല്ലെങ്കിൽ ഉള്ള പണം എന്താ പറയുക, ഫസ്റ്റ് നമ്മുടെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ സമാഹരിച്ചിട്ട് വീട് പണിഞ്ഞ് അടുത്ത 30 വർഷം കൊണ്ട് അടച്ചു തീർക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്റ്റേറ്റ് കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഭാവനാത്മകമായ പദ്ധതി. ആ പദ്ധതിയെ സ്ക്രാപ്പ് ചെയ്യും, പൊളിച്ചെടുക്കും എന്നുള്ളതാണ് ഈ പ്രാവശ്യം നമ്മളുടെ വി.ഡി. സതീശൻ തന്നിരിക്കുന്ന സൂചന എല്ലാം തന്നെ. കോൺഗ്രസിന്റെ ഒരു നിലപാട് തന്നെ അതായിരുന്നു. ഇനി ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. അങ്ങ് ചോദിച്ചത് കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാനുള്ള ഒരു ഇടപാടാണോ എന്നുള്ളത്. ഞാൻ അതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട് ശ്രീ രഞ്ജിത്ത്. കാരണം കേരളത്തിന്റെ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് മാസിന്റെ 1.18% മാത്രമേ ഭൂവിസ്തൃതിയുള്ളൂ. ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് മാസിന്റെ അവിടെ ഏതാണ്ട് 2.8%ഓളം ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു ഷെയർ കേരളത്തിന്റെ പോപ്പുലേഷന് തന്നെയുണ്ട്. അപ്പൊ വളരെ ചെറിയ ഒരു ലാൻഡ് മാസിൽ വലിയ അളവിൽ ആളുകൾ താമസിക്കുന്ന ഹൈലി ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ തന്നെ പശ്ചിമഘട്ട മലനിരകൾ ഏതാണ്ട് 30% വരും. ബാക്കി 60% പ്രദേശത്താണ് തിങ്ങി ആളുകൾ പാർക്കുന്നത്. അപ്പൊ അത്രമാത്രം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. അപ്പൊ ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ കേരളത്തിൽ വൻകിട വ്യവസായങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭൂമി ആവശ്യമുള്ള പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് വലിയ സാധ്യതയില്ല. മറ്റു സംസ്ഥാനം പോലുള്ള ഒരു സ്റ്റേറ്റ് അല്ല കേരളം എന്ന് ഈ ചർച്ചയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അറിയാം. അപ്പൊ കേരളത്തിന് അനുയോജ്യമായ ഒരു വ്യവസായം എന്ന് പറയുന്നത് ഏത് വിധത്തിലുള്ളതാണ്? അപ്പൊ അവിടെയാണ് ടൂറിസം പോലുള്ള, IT പോലുള്ള, അല്ലെ ബയോടെക്നോളജി പോലുള്ള, ഇപ്പം മുൻ സർക്കാരുകൾ എൻവിസേജ് പോലുള്ള സ്പേസ്, അല്ലെ ഗ്രാഫീൻ പോലുള്ള മേഖലകളൊക്കെ ആ വിധത്തിൽ മുമ്പോട്ട് വന്ന ഒരു ആശയങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് ഭൂമിയുടെ അവൈലബിലിറ്റി. ഇപ്പൊ കേരളത്തില് വിഴിഞ്ഞം പദ്ധതിയും കൊച്ചിയിലുള്ള ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലൊക്കെ വന്നപ്പോൾ ലാൻഡ് അവൈലബിലിറ്റി നമ്മൾ വലിയ അളവിൽ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ലാൻഡ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ലാൻഡ് പൂളിംഗ് നടത്തണം. എന്റെ ഒരു ചിന്ത, ഇടതുപക്ഷത്തിന് സത്യം പറഞ്ഞ ഭരണം കിട്ടിയിരുന്നുവെങ്കിൽ അവര് എല്ലാ മണ്ഡലത്തിലും ലാൻഡ് പൂളിംഗ്, ലാൻഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി മുമ്പോട്ട് വെക്കുമായിരുന്നു. തരിച്ചു കിടക്കുന്ന ഒരുപാട് ഭൂമി, ഞാൻ മധ്യ തിരുവിതാംകൂറിൽ താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ ഒരുപാട് ഭൂമി ഉടമസ്ഥർ ആരാണെന്ന് പോലും അറിയാത്ത, ഏതാണ്ട് വർഷങ്ങളായിട്ട് നികുതി പോലും അടയ്ക്കാത്ത ഭൂമി ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ. ഈ വിധത്തിൽ ഉള്ള ഭൂമി പദ്ധതി കൊണ്ടുവന്ന് സ്റ്റേറ്റിന് കൃത്യമായി മാപ്പ് ചെയ്യുകയും അതിന് ഏതെങ്കിലും ആളുകളെ ഐഡന്റിഫൈ ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാവുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അപ്പൊ ലാൻഡ് അക്വയർ ചെയ്യുക എന്നുള്ളത് വി.ഡി. സതീശൻ അത്തരത്തിലൊരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വ്യക്തിപരമായി എതിർക്കത്തില്ല. ഒരു നല്ലൊരു ആശയം കൊണ്ടുവന്ന് അത് മുഴുവനും റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട്, തൊട്ട് മുമ്പ് പറഞ്ഞ അഡ്വക്കേറ്റ് ഹരിഹരൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ ഇതിനകത്ത് ചർച്ചയിൽ കാണുന്നില്ല. അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ ഇവിടെ പറഞ്ഞു പോയി എന്നുള്ളത്. ക്ഷമിക്കണം, ഞാൻ കടുത്ത പ്രയോഗം പ്രയോഗിച്ചെങ്കിൽ. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിന്റെ അവസാന കാലഘട്ടത്തില് 2015-16 കാലഘട്ടത്തിലാണല്ലോ അദ്ദേഹം ഭരണം ഒഴിയുന്നത്. അന്നുണ്ടായിരുന്ന ടാക്സ് റവന്യൂവിനെക്കാട്ടിലും നികുതി സമാഹരണം വലിയ അളവിൽ കുറഞ്ഞു പോയിരിക്കുകയാണ്. തോമസ് ഐസക്കിന്റെ കാലഘട്ടത്തിൽ അല്പം കൂടി, ബാലഗോപാലിന്റെ കാലഘട്ടത്തിൽ അത് വലിയ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത്. അദ്ദേഹം എവിടുന്നാണ് ഈ ഒരു കണക്ക് അദ്ദേഹത്തിന് കിട്ടിയെന്ന് അറിയുന്നത്? റിസർവ് ബാങ്കിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്
RBI ബുള്ളറ്റിൻ എല്ലാ വർഷവും പുറത്തിറങ്ങുന്നല്ലേ. ഇനി അതൊന്നും വേണ്ട, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടും. 2016-17 കേരളത്തിന്റെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് കേവലം 47,660 കോടിയാണ്. 2026-27 വർഷത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണെന്ന്. ആ കണക്കിൽ തന്നെ പറയുന്നത് 94,002.47 കോടി എന്ന് പറഞ്ഞാൽ അപ്പൊ ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് എത്രയാണ് എന്ന് മാത്രമല്ല, നമ്മുടെ നോൺ ടാക്സ് റവന്യൂവിലും ഏതാണ്ട് 7,000 കോടിയിൽ നിന്ന് 21,000 കോടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, നികുതിയും നികുതിയേതര വരുമാനവും തന്നെ 1,14,000 കോടി രൂപ എന്ന നിലയിൽ സ്റ്റേറ്റിന്റെ ടാക്സ് റവന്യൂവിൽ വലിയ വർധനമാണ് 2015-16 കാലത്ത് നിന്ന് ഈ 2025-26 കാലഘട്ടത്തിലേക്ക് ഉണ്ടായിരിക്കുന്ന പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നികുതിയിലും നികുതി സമാഹരണത്തിലും GST-യിൽ ഒട്ടനവധി ഓഡിറ്റ് വിഭാഗം കൊണ്ടുവന്ന്, വിജിലൻസ് വിഭാഗം കൊണ്ടുവന്ന്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല GST കളക്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ പ്രത്യേകം നമ്മുടെ ധനകാര്യമന്ത്രി പ്രശംസിക്കുകയും കേരളത്തിന്റെ മാതൃക മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ വിദഗ്ധർ കേരളത്തിൽ വന്നിട്ട് എങ്ങനെയാണ് കേരളത്തിൽ നികുതി പിരിക്കുന്നതെന്ന് പഠിച്ചിട്ട് പോവുകയും കേരളത്തിൽ എബ്രഹാം എന്ന് പറഞ്ഞ സാറിനെ, അതിന് നേതൃത്വം കൊടുത്ത സാറിനെ പിന്നെ അവസാനം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി കൊണ്ടുപോയത് കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഈ വിധത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നികുതി പിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. പോരായ്മകൾ ഉണ്ടായിരിക്കാം, എല്ലാം അബ്സല്യൂട്ട് ആണ്, എല്ലാം പൂർണ്ണമാണ് എന്നുള്ള വാദമൊന്നും എനിക്കില്ല. ചോർച്ചകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തട്ടെ, അതിനകത്ത് എനിക്ക് തടസ്സമൊന്നുമില്ല. അപ്പം കേരളത്തിന്റെ നികുതി പിരിവ് വളരെ മോശമായിരുന്നു എന്ന് ഹരിഹരൻ സാർ പറഞ്ഞതിനോടുള്ള എന്റെ ഒരു റെസ്പോൺസ് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പറയാൻ സമയമുണ്ടെങ്കിൽ ഈ പറയാനായിട്ട് പലതും ഉണ്ട്.